അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി വന്നിരായ ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഏറ്റവും ആദരണീയരും സ്നേഹമുള്ള സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ് നമ്മുടെ അൽബിർ സ്കൂളിൻ്റെ സഫുവത്തുൽ ഖുർആൻ അൽബിർ സ്കൂൾ അതിൻ്റെ ഒരു വാർഷിക പരിപാടിയിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഈ അൽബിറുമായി അതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ താനൂർ പ്രദേശത്തുള്ള നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പം മുതൽക്ക് തന്നെ വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ രണ്ട് വിദ്യാഭ്യാസത്തിനും പ്രാമുഖ്യം നൽകി ഒരു ദീനീ സ്ഥാപനം ആവശ്യമാണ് എന്ന കാര്യം നേരത്തെ നാം ആലോചിച്ചതായിരുന്നു. ആ അടിസ്ഥാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് കമ്മിറ്റി വലിയ മനോഹരമായ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ പ്രവർത്തിക്കുന്ന HSM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ മദ്രസ പഠനം അതോടൊപ്പം തന്നെ സ്കൂൾ പഠനവും ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്കൂൾ എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തുള്ള ഒട്ടനവധി വിദ്യാർത്ഥികളും ആ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. അതിനിരിക്കെയാണ് ഈ വിശാലമായ ഈ സ്ഥലം നേരത്തെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മർഹൂം CKM ബാവട്ടിയാജി, അവരുടെ കുടുംബം, അവരുടെ മാതാവ്, അവരൊക്കെ താമസിച്ചിരുന്നൊരു വീടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. നേരത്തെ താനൂരിൽ ഒരു മുസ്ലിം യത്തീം ഖാന പ്രവർത്തിച്ചിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് താനൂർ പ്രദേശങ്ങളിലൊക്കെ കോളറ ബാധിച്ച ഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 40-50 ആളുകളൊക്കെ മരിക്കുക. ആ കാലഘട്ടത്തിൽ ഒരുപാട് യത്തീമുകൾ, വാപ്പാർ ഇല്ലാതെ സംരക്ഷിക്കാൻ വാപ്പയും ഉമ്മയും മരിച്ചുപോയ ഒരുപാട് യത്തീമുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു യത്തീം ഖാന നമ്മുടെ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ ആരംഭിച്ചിരുന്നു. പിന്നീട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും യത്തീം ഖാനകൾ സ്ഥാപിക്കുകയും അതൊക്കെ നല്ല നിലയിൽ നടത്തുകയും ചെയ്യുന്ന അവസരത്തിൽ വിദ്യാർത്ഥികൾ പിന്നീട് യത്തീം ഖാന എന്ന ചിന്തയിൽ നിന്ന് മാറി മതഭൗതികമായ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് അതിൻ്റെ പ്രയാണം ആരംഭിക്കുകയും അത് പ്രവർത്തനം തുടങ്ങി അത് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താനൂരിൽ പൂർവ്വകാലത്ത് ഒരു യത്തീം ഖാന തുടങ്ങുന്ന അത് വീണ്ടും ആരംഭിക്കുക എന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. നല്ല നിലയിൽ ഒരുപാട് വർഷം നടന്നെങ്കിലും കേരളത്തിൻ്റെ പല ലോകത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ വളരെയധികം ഈ സമൂഹത്തെ ബാധിച്ച കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളൊക്കെ പുറത്തു പോവുകയും
പിന്നീട് ആ വിദ്യാർത്ഥികളെ ഒന്നും താമസിച്ച് പഠിക്കാൻ ഇങ്ങോട്ട് കിട്ടാത്ത അവസ്ഥ വരികയും 1-2-3 വർഷം അത് പൂട്ടിയിട്ട് ആളുകളൊന്നുമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഇതിൻ്റെ കമ്മിറ്റി വീണ്ടും ആലോചിച്ചു ഇവിടെ എന്ത് ചെയ്യണമെന്നത്. അങ്ങനെ പല ആളുകളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അതിന് മുൻകൈയെടുത്തുകൊണ്ടാണ് അൽ ബിർ കേരളത്തിൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ 1990 ഇസ്ലാം സമസ്തയുടെ 90ാം വാർഷിക മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മഹത്തായ ഒരു സംവിധാനം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആ സംവിധാനം നടക്കുകയും അത് പരീക്ഷിച്ച് വിജയിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭാഗവക്കായി നമുക്കും പ്രവർത്തിക്കാം, ആ ഒരു അൽ ബിർ സ്കൂൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലും ആരംഭിക്കുക എന്ന ഒരു ചിന്തയിലെത്തുകയും അങ്ങനെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് 1ാം ക്ലാസ് IPS 1 എന്ന പേരിൽ 1ാം LKG എന്ന നിലക്ക് മറ്റ് സ്കൂളുകളൊക്കെ പറയുന്ന അൽ ബിറിൻ്റെതാണെങ്കിൽ IPS 1 ആരംഭിക്കുകയുണ്ടായി. 25 കുട്ടികൾക്കാണ് നമുക്ക് അഡ്മിഷനുള്ള അംഗീകാരം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് നൽകിയത്. പക്ഷേ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അൽ ബിർ ആരംഭിച്ച് അങ്ങനെ ആരംഭിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഏതാണ്ട് 25-ലധികം കുട്ടികൾ നമുക്ക് ഇവിടെ അഡ്മിഷൻ വരികയുണ്ടായി. ഉടനെ അത് രണ്ടും വീണ്ടും അപേക്ഷിച്ചെങ്കിലും അവസാനം 3 കുട്ടികൾക്ക് കൂടി പെർമിഷൻ നൽകുകയും അങ്ങനെ 28 കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് അംഗീകാരമുള്ളത്. പിറ്റേ വർഷവും അങ്ങനെ 28 കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ നൽകി. ഇനി ഈ 2 കുട്ടികൾ, 1ാമത്തെ കുട്ടികൾ IPS 1ലും ആദ്യത്തെ ബാച്ച് IPS 2ലും എത്തിക്കുമ്പോൾ ഈ കുട്ടികൾ ഇനി പ്രാഥമികയിൽ നിന്ന് അവർ APSലേക്ക് അവർ പ്രവേശനം നൽകുകയാണ്. ആ ഒരു ചടങ്ങാണ് അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ പുരോഗതിയാണ് നമ്മുടെ ഈ സ്ഥാപനം, ഈ സംവിധാനത്തെ നമ്മൾ പരീക്ഷിച്ചപ്പോൾ നമുക്ക് വിജയം കണ്ടെത്തിയത്. ഇവിടെ കൂടിയ രക്ഷിതാക്കൾ ഇതിന് ഒരുപാട് പ്രോത്സാഹനം അവർ നൽകുകയുണ്ടായി. ഇതിൻ്റെ പഠനത്തിന് വേണ്ടി ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരുടെ പ്രചോദനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ വർഷം വളരെ വേഗത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ അഡ്മിഷനൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ 28 കുട്ടികളുടെയും അഡ്മിഷൻ നമുക്ക് പെട്ടെന്ന് പൂർത്തിയാകുകയാണ് ഉണ്ടായത്. ഈ സ്ഥാപനത്തിൻ്റെ ഗുണകാംക്ഷികളും നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തകന്മാരും അൽ ബിർ സംവിധാനത്തെ സംബന്ധിച്ച് നേരത്തെ മനസ്സിലാക്കിയ പല ആളുകളും അവരുടെ മക്കളെ അഡ്മിഷന് വന്നപ്പോൾ നമുക്കവരെ ചേർക്കാൻ സാധിക്കാത്തതിൽ വളരെ വിഷമമുണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന പല വ്യക്തികളും പിന്നീട് അഡ്മിഷൻ പൂർത്തിയായതിൻ്റെ ശേഷം നമ്മളെ ഇതിനെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സമീപിച്ചപ്പോൾ നമുക്ക് 28 കുട്ടികളിലധികം ഒരു കുട്ടിനെപ്പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് അടുത്ത വർഷം 2 ക്ലാസ് IPSലും ഈ 1 ക്ലാസ് APSലും ആണ് ഇനി നമുക്കുണ്ടാകുക. അഥവാ 1ാം ക്ലാസ്സിലേക്ക് ഈ കുട്ടികൾ ഇനി അടുത്ത വർഷം 28 കുട്ടികളുണ്ടാവും. അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ വലിയ പ്രധാനമായ സൂറത്തുകൾ അവർ പഠിക്കും. പരിശുദ്ധ ഹദീസിൻ്റെ വചനങ്ങൾ, നബിയുടെ പ്രധാന വചനങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കും. അവരുടെ നിത്യജീവിതത്തിൽ അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് മീഡിയം കേരള സംസ്ഥാന സർക്കാർ അംഗീകരിച്ച 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റുകൾ അതും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് അൽ ബിർ നൽകുന്ന ഈ മഹത്തായ സിലബസാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം
അറബി വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനും തിരു ഹദീസുകളും പഠിക്കുന്ന വളരെ ചെറുപ്പത്തിൽ തന്നെ 5-ാം ക്ലാസ്, 5-ാം വയസ്സ്, 6-ാം വയസ്സ് ആ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾ പഠിക്കുകയാണ്. ഇതിനൊക്കെ ഈ പഠനത്തിന് ഏറ്റവും സഹായകരമായി തീരേണ്ടത് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഖുർആൻ ഓതാൻ അവരറിയും, ഹദീസിൻ്റെ വചനങ്ങൾ അവർക്കറിയാം, പ്രധാനപ്പെട്ട 40ഓളം വിക്റുകൾ അവർക്കറിയാം, ഇംഗ്ലീഷുകളും മറ്റുമൊക്കെ അറിയാമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിങ്ങനെ ഇന്ന് വാർഷികം കഴിഞ്ഞ് സ്കൂൾ 2 മാസത്തിന് അടച്ചിടുകയാണ്. വെക്കേഷൻ, സമ്മർ വെക്കേഷൻ എല്ലാ സ്ഥാപനങ്ങളും അടച്ചു. നമ്മൾ ഈ വാർഷികത്തിന് വേണ്ടിയാണ് ഇതുവരെ നീട്ടിക്കൊണ്ടുപോയത്. ഇത് അടച്ചു കഴിഞ്ഞാൽ ഈ 2 മാസം IPS 1-ലെയും IPS 2-ലെയും വിദ്യാർത്ഥികളെ എന്തൊക്കെ അവർ പഠിച്ചോ അത് നിങ്ങൾ രക്ഷിതാക്കൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പഠിച്ചത് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇനി ഉമ്മമാരാണ് നിങ്ങളുടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉമ്മമാരാണ് നിങ്ങളുടെ അധ്യാപകന്മാർ. നിങ്ങളുടെ അധ്യാപികന്മാർ ഈ 2 മാസം അതിൽ നിന്ന് ഏതാനും സമയങ്ങൾ അവരെ കൂടെ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ ഈ പഠിച്ചതിന് ഉപകാരമുണ്ടാവുകയുള്ളൂ. കുട്ടികളാണ്, ഏത് സാധനവും ഉപയോഗിക്കാതിരുന്നാൽ അത് നശിച്ചുകൊണ്ടേയിരിക്കും. അവർ പഠിച്ചത് മറന്നുപോകും. അത് മറക്കാതിരിക്കാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും അവരോട് സൂറത്തുകൾ ഓതാൻ പറയണം, ഹദീസുകൾ വായിക്കാൻ പറയണം. അതുപോലെ തന്നെ ഇംഗ്ലീഷുകൾ അവർക്ക് കാണിച്ചു കൊടുത്തതും പഠിച്ചതുമായ പാഠങ്ങളൊക്കെ നിങ്ങൾ അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ വളരെ ഉന്മേഷത്തോടുകൂടെ അവർ 1-ാമത്തെ ക്ലാസ്സിലേക്ക് IPS 1-ലേക്ക് അവരിവിടെ എത്തുമ്പോൾ അവർക്ക് ഈ പാഠങ്ങളൊക്കെ ശരിയായ നിലയിൽ ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളിന്ന് സ്കൂൾ അടച്ച് 1-2 മാസം അവധി പ്രഖ്യാപിക്കുമ്പോൾ ഇതുവരെ നമ്മൾ ചെലവഴിച്ച സമ്പത്തും സമയവും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എവിടെയാണെങ്കിലും, ഒരുപക്ഷെ ഉമ്മയുടെ വീട്ടിലാകും, അല്ലെങ്കിൽ ഉപ്പയുടെ വീട്ടിലാകും, അല്ലെങ്കിൽ വേറെങ്കിലും എവിടെയാണെങ്കിലും ഈ കുട്ടികളെ ഓരോ ദിവസവും കുറച്ച് സമയം അവരുടെ അൽബിറിലെ പാഠങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ വിനയത്തോടുകൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന അനുകരണ വാസന, അല്ലാഹു തആല ജന്മനാൽ പല വാസനകളും പല അറിവുകളും അല്ലാഹു തആല നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അധികവും അനുകരണത്തോടുകൂടെയാണ്. നമ്മുടെ സംസാരം, ഉമ്മയും ഉപ്പയും എന്താണോ സംസാരിക്കുന്നത് അത് ഈ പിഞ്ചുമക്കളുടെ മനസ്സിലേക്ക് പിടിച്ചെടുക്കും. അവർ വേണ്ടാത്ത വല്ല സംസാരമുണ്ടായാൽ പിന്നെ അവരുടെ നാവിൽ നിന്ന് അത് വരും. പരിശുദ്ധ ഖുർആൻ ഓതുന്ന നാവ്, പരിശുദ്ധ ഖുർആൻ ഇഫ്ലാക്കിയ ഹൃദയം, ഈ ഹൃദയത്തിൽ വേണ്ടാത്ത വാക്കുകളോ ചിന്തകളോ ഈ കുട്ടികളുടെ നാവിലൂടെ വരുന്നത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തകളും നല്ലതായി തീർന്നിരിക്കണം. നല്ല വാക്കുകളെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ. അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ല സ്നേഹം അവർക്ക് കൊടുക്കണം. ഇപ്പം ഈ IPS 1-ൽ നിന്ന് APS-ലേക്ക് പോകുന്ന ഈ കുട്ടികളെ ബഹുമാനരായ തങ്ങളിവിടെ വന്നുകൊണ്ട് ആദരിക്കുകയാണ്, അവർക്ക് അംഗീകാരം കൊടുക്കുകയാണ്, അവർക്ക് വലിയ സമ്മാനം കൊടുക്കുകയാണ്, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഇതുപോലെ ഇന്ന് വീട്ടിലെത്തിയാൽ നാളെ നിങ്ങൾ അവർക്ക് സമ്മാനം കൊടുക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കണം. ഇങ്ങനെ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ സ്കൂള്, എൻ്റെ ടീച്ചേഴ്സ് അവർ പറയുന്നത് ഞാൻ കേൾക്കണമെന്ന ബോധം കുട്ടികൾക്കുണ്ടായിത്തീരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല സ്നേഹത്തോടുകൂടെ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ ആവർത്തിച്ച് പഠിപ്പിച്ച് നല്ലവരായിത്തീരാൻ ഈ സ്കൂളിൻ്റെ ഈ അൽബിർ സംവിധാനത്തിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. ഇവിടുത്തെ രക്ഷിതാക്കളുടെ
വലിയ വലിയ പ്രോത്സാഹനങ്ങളാണ്, വലിയ സമ്മാനങ്ങളാണ് ഈ വാർഷിക പരിപാടി. പല ആളുകളും ഞങ്ങൾ ഇന്നത് ചെയ്യാം, ഞങ്ങൾ ഭക്ഷണം തരാം, ആ കാര്യങ്ങൾ നമ്മൾക്ക് നടത്താമെന്ന് ഇവിടുത്തെ ബന്ധപ്പെട്ട സാദിഖ് ഉസ്താദിനോടൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനോടുള്ള ആവേശം അത്രയുമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും എത്ര ഉയർന്നുമ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളൊക്കെ ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപനത്തിനൊരു മഹത്തായ ലക്ഷ്യമുണ്ട്. നമ്മളെ കുട്ടികൾ 4ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും പരിശുദ്ധ ഖുർആൻ ശരിയായ നിലയിൽ നോക്കി ഓതാനും നല്ല നിലയിൽ പഠിക്കാനും അതോടൊപ്പം ഒരു നല്ല ഭാഗം ഹിഫ്ളാക്കാനും ഹദീസുകൾ മനസ്സിലാക്കാനും കഴിവുള്ള നല്ല ഒരു കുട്ടികളെ ഒരു 4 കൊല്ലം കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ്സിലേക്കോ അല്ല 10ാം വയസ്സിലേക്കോ 11ാം വയസ്സിലേക്കോ എത്തിക്കുമ്പോഴേക്കും ഖുർആൻ ശരിയായ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതാനും പഠിക്കാനും ഓതാൻ കഴിവുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ നമ്മുടെ സമുദായത്തിൽ സമർപ്പിക്കുക എന്ന മഹത്തായ ഒരു ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. നാളെ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ഈ സമൂഹത്തിനും ഈ രക്ഷിതാക്കൾക്കും ഒക്കെ ഗുണകരമായ ഒരു വിദ്യാർത്ഥി, ഒരു നല്ല ഒരു സമൂഹമായി ഈ മക്കളായി തീരാൻ നിങ്ങളെല്ലാവരും നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ദുആ ചെയ്തുകൊണ്ട് ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനെന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഇപ്പോൾ ഇവിടെ ഈ വർഷം 4 അധ്യാപകന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം അത് 6 അധ്യാപകന്മാർ, ഒരു അധ്യാപകനും ഒരു 4 ടീച്ചേഴ്സും 5 ടീച്ചേഴ്സുമായി 6 പേര് ഇവിടെ ഉണ്ടാകും. ഈ 6 പേർക്കും മാസാന്തം വരുന്ന സമയത്ത് അവർക്കുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ ഇതുവരെ കൊടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ സഹകരണം കൊണ്ടാണ്. അതിലാരും വീഴ്ച വരുത്താതെ തന്നെ അതൊക്കെ കൃത്യമായി നൽകി അവർക്ക് ആത്മാർത്ഥത രീതിയിലുണ്ടാകണം. ആത്മാർത്ഥമായി സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന അധ്യാപകന്മാരാണ് ആ ടീച്ചേഴ്സ് നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടെ ഉണ്ടായിക്കൊണ്ട് നമ്മളെ ശ്രമിച്ചിട്ടുണ്ട്. അതിലേറെ ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഇതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഇതിന് പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സാദിഖ് ഉസ്താദ് ഈ നാട്ടുകാരനാണ്. ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജിൽ അധ്യാപകനാണ്. എല്ലാ നിലയിലും ഏത് സമയത്തും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ച് അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവർക്കൊക്കെ അള്ളാഹു ഇതിന് 2 ലോകത്തും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പരിപാടികൾ നേരം ഒഴുകുന്നത് കൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും, എത്രയും പേർക്കും തീർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു ഇത് സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ പ്രതിപാദിക്കപ്പെട്ടതുപോലെ ഈ കഴിഞ്ഞ റമദാൻ മാസം നോമ്പെടുത്തവർക്ക് ചെറിയ ഒരു പ്രോത്സാഹനം നമ്മുടെ വേദിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വളരെ സന്തോഷകരമായൊരു കാര്യം കൂടിയാണ്. കാരണം നമുക്കറിയാം നോമ്പൊറ്റ നമ്മൾ തന്നെ ഒരു 2 മണി 3 മണി ആയാലും വേറെന്തോ അവസ്ഥയിലാണ്, ആകെ കുഴക്ക് വന്നിട്ട്. പക്ഷേ ഈ ചെറിയ മക്കൾ അത് എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിനോടുള്ള ഈ കാര്യങ്ങളോടുള്ള അവരുടെ താല്പര്യം കൂടിയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ചെറിയൊരു പ്രോത്സാഹനം ഇവിടെ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വന്യരായ ഉസ്താദ് അത് നൽകും. ഹാഫിസ്, ആമിയ, മെഹവീസ്, നശ്വ, നജ, റന, അസ്മിന എന്നീ 5 വിദ്യാർത്ഥികളാണ് ഇതിന് അർഹരായിട്ടുള്ളത്. ആദ്യമായി അബ്ദുൽ ഹാഫിസ്.